പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെൻറ്റ് ബിൽ 2026 കേന്ദ്ര സർക്കാർ അടുത്ത ദിവസം തന്നെ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആകും ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് തൊട്ടുമുമ്പ് എംപിമാർക്കിടയിൽ കരട് നിയമം വിതരണം ചെയ്തിരുന്നു. പൊതുപരീക്ഷകളിലെ അന്യായമായ ഇടപെടലുകൾ തടയുന്നതിനും അവ സുതാര്യവും നീതിയുക്തവുമായി നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കമാണിത്. 2024 ഇത് സംബന്ധിച്ചൊരു നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു. ആ നിയമത്തിൻ്റെ ഭേദഗതിയാണ് പുതിയ ബിൽ ലക്ഷ്യം വയ്ക്കുന്നത്. കർശനമായ ശിക്ഷകൾ, സമയബന്ധിതമായ അന്വേഷണങ്ങൾ, വിചാരണകൾ, അതുപോലെ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ്, അങ്ങനെ പലതും ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നു. കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ 10 വർഷമായി വർദ്ധിപ്പിക്കും. പരമാവധി പിഴ 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായി ഉയർത്തും. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇനി പരീക്ഷാ തട്ടിപ്പുകളെ തടയുന്നതിനുള്ള ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുമോ, അതോ ബില്ലിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് കൂടുതൽ പ്രതിഷേധത്തിന് തയ്യാറാകുമോ? പരീക്ഷ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം വേണം എന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഈ പരിഹാരത്തിന് മുന്നിൽ എന്ത് നിലപാട് സ്വീകരിക്കും? നിയമനിർമ്മാണത്തിന് സർക്കാരിനൊപ്പം നിൽക്കുമോ? ഇനി നിയമനിർമ്മാണത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുകയാണ്. പാർലമെൻറ്റിൽ ഇനിയുണ്ടാകുക ഏറ്റുമുട്ടലാണോ, അതോ ദേശീയ താൽപ്പര്യം മുൻനിർത്തിയുള്ള അപൂർവമായ ഒരു ഐക്യമാണോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. നമസ്കാരം. അപ്പോൾ നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിലും ടെലിഫോണിലും ഒക്കെ ചേരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൽ നിന്ന് വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് അവർ പാർലമെൻറ്റിൻ്റെ വരും ദിവസങ്ങളിലും കൂടുതൽ സംഘർഷ സാധ്യതകൾക്ക് തന്നെയാണ് സാധ്യത കാണുന്നത്. ഈ വിഷയം കൂടുതൽ പാർലമെൻറ്റിൽ ഉയർത്തുക, നീറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെ അടിച്ചു അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു, ആ വിഷയം ഗൗരവമായി എടുക്കുക, പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു ക്ഷമാപണം ആവശ്യപ്പെടുക, അതുപോലെ അമിത്ഷായിൽ നിന്ന് കൂടുതൽ നടപടികൾ ആവശ്യപ്പെടുക. ഇതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ നടത്താൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. എന്നോടൊപ്പം ശ്രീമതി സെബീന ചേരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിചാരിച്ചു ശ്രീമതി സെബീന ഈ വിഷയം ഗൗരവത്തിലെടുത്ത് നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേരുമെന്ന്. ഒരുപക്ഷെ വിളിച്ച് കിട്ടിക്കാണില്ല അല്ലേ? ഞാനില്ലായിരുന്നു മനു, പല അവസരങ്ങളിൽ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്ന് ഇച്ചിരി ഫ്രീ ആണ്. ഇതില് വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വിഷയമൊക്കെ കാണുന്നുണ്ടോ, ഞാൻ കമന്റിലൂടെ ഒക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതൊരു പ്രതിപക്ഷത്തിന്റെ ഒരു സമരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഇത് ശരിക്കും പ്രതിപക്ഷത്തിന്റെ സമരമാണോ? അല്ല. ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടോന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഇത് രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു നീതിബോധമാണ് രാഷ്ട്രീയം. അതുപോലെ തന്നെ അധികാരം, നമ്മുടെ ജനാധിപത്യത്തിൽ അധികാരം എന്ന് പറഞ്ഞാല് അത് ഒരു ഉത്തരവാദിത്തമാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം. അപ്പൊ പലതിലും ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരുടെ ഉത്തരവാദിത്തം അവർക്ക് കറക്റ്റായിട്ട് നിറവേറ്റാൻ പറ്റാതെ വരുന്ന സമയത്ത് അവരതിലൊരു ഫെയിലിയർ ആകുന്നു. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള കോംപ്രമൈസിലേക്കും രാജിയിലേക്കും ഒക്കെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു പ്രതിപക്ഷത്തിന്റെ സമരമോ, പ്രതിപക്ഷത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേടാനോ, അല്ലെങ്കിൽ അവരിതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് അവരുടെ കൂടെ ചേർന്നു. ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് കുറെ വിദ്യാർത്ഥികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ പ്രശ്നമാണ്. വർഷങ്ങളോളം അവരിരുന്ന് പഠിച്ചു, അത് പഠിച്ച അവരുടെ അവസരങ്ങൾ ഒരു ചോദ്യ പേപ്പർ ചോർച്ചയിലൂടെ അല്ലെങ്കിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ഒരു ഇതിലൂടെ അവര് ആ ചോർച്ച നടക്കുമ്പോൾ ഇനി എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കം? സമരം അവസാനിപ്പിച്ചു, അവർ ജന്തർ മന്തർ വിട്ടുപോയി. ഇനി പ്രതിപക്ഷം പക്ഷേ ഇനി സമാധാനത്തോടു കൂടി പാർലമെന്റിൽ വന്നിരിക്കുമോ, അതോ ഈ ഭരണപക്ഷവുമായുള്ള നിരന്തര കലഹം എന്ന് തന്നെയായിരിക്കുമോ പ്രതിപക്ഷ രീതി? പ്രതിപക്ഷത്തിന് വിമർശിക്കാനും വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പുതിയ ജനങ്ങളുടെ എന്ന് വെച്ചാൽ ചെറുപ്പക്കാർക്കുണ്ടായ ഒരു പ്രശ്നത്തിൽ അവരുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രതികരണമാണ്, പ്രൊട്ടസ്റ്റ് ആണ്.
അപ്പൊ അതിൽ ഇവർ പങ്കുചേർന്നു. അല്ലാതെ ഇത് പ്രതിപക്ഷത്തിന്റെ സമരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല. ഇതിൽ എല്ലാ പക്ഷങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ അതിൽ സഫറായ, അതിൽ സ്ട്രഗിൾ ചെയ്ത് അധ്വാനിച്ച അവരുടെ കുടുംബങ്ങളുടെയും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ പുതിയ ജനങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് അവര് പുറത്തേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി അവരുടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു ഗവൺമെന്റിനെ ചോദ്യം ചെയ്തതാണിത്. അതിൽ ഉണ്ടായ അതിന്റെ ഫീഡ്ബാക്കാണ് ഈ മന്ത്രിയുടെ രാജിയും ബാക്കി അവർ അവകാശപ്പെട്ട അല്ലെങ്കിൽ ആവശ്യപ്പെട്ട കുറെ ഡിമാൻഡ്സ് ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്നത്. കാരണം അതിൽ ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു, ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. ഇനി പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ, അത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഈ ജനങ്ങൾ അവരുടെ പ്രതിപക്ഷത്തിന് ഒപ്പം നിൽക്കുവോ? ഇപ്പൊ ജയിപ്പിച്ചത് പ്രതിപക്ഷമാണോ? പ്രതിപക്ഷം അല്ല. ഇത് ജനങ്ങൾ, ഇവിടുത്തെ യുവജനങ്ങളും അവരുടെ രക്ഷകർത്താക്കളും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇത്. ആ പ്രശ്നം വിജയിക്കാൻ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ് അത് വിജയിച്ചത്. വ്യക്തമാണ്. ഓക്കെ, കൃത്യമാണ്. യെസ്, അപ്പോൾ വളരെ നന്ദി. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പൊതുവേദിക്കൊപ്പം ചേർന്നതിന്. എന്നോടൊപ്പം ശ്രീ അച്യുതൻ ഒളവണ്ണയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ അച്യുതൻ, ഇനിയും കുറേ ബില്ലുകൾ പാർലമെൻറ്റിൽ വരാനുണ്ട്. വിവാദമായ ഒരു FCRA ബില്ല് വരാനുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ തടയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ബില്ല് വരുന്നത്. പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെൻറ്റ് ബില്ല് വരുന്നു. അതുകൂടാതെ മറ്റ് പല ബില്ലുകളും ഉണ്ട്. ഇതിലൊക്കെ ഇനിയൊരു ഐക്യം ഉണ്ടാകും എന്നാണോ കരുതേണ്ടത്, അതോ ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീക്കാൻ തന്നെ ആയിരിക്കുമോ പ്രതിപക്ഷം ഉദ്ദേശിക്കുക? നമസ്കാരം സാറേ. നമസ്കാരം. അതായത് ഇതിൽ പറയേണ്ട എത്രയോ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാണ്ട്. ഇത് നേരത്തെ സ്ത്രീ പറഞ്ഞ മാതിരി ഇത് പ്രതിപക്ഷത്തിന് ഇത് നന്മ വരുത്താൻ വേണ്ടി ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല. കാരണം ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും വീട്ടുകളിലുള്ള രക്ഷിതാക്കളെയും പ്രശ്നമാണ്. അത് എനിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഈ ബില്ലുകൾ അവതരിപ്പിക്കാനൊന്നും പ്രതിപക്ഷം സമ്മതിക്കാനല്ല. ഇപ്പൊ എന്തിനാണ് ഇപ്പൊ സഭ ഉച്ചരുന്നത്? അവിടെ സഭയിൽ പോയി കലഹം ഉണ്ടാക്കുക എത്ര വിവരം കുറഞ്ഞ ആൾക്കാരായി മാറും. അവസാനം ഈ വിവരം കുറഞ്ഞ ഈ ബില്ല് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രമിക്കണം. ഞാൻ ഇതിന്റെ അടുത്ത് പലതും സഭന്റെ ഉള്ളിൽ നേരിട്ട് കണ്ടിട്ട് ടിവി കൂടെ നേരിട്ട് കണ്ടിട്ട് ഇവരൊക്കെയാണല്ലോ ഇവിടെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ട് പാർലമെന്റിൽ പോകണമെന്ന് വിചാരിച്ചു. അതിനെക്കൊണ്ട് കൊണ്ടുവരുന്ന ബില്ല് ശരിയാണോ തെറ്റാണോ എന്ന് നന്നായിട്ട് ചിന്തിക്കണം. എന്തെങ്കിലും ഗവൺമെന്റിന് തച്ചുടച്ചാൽ വൃത്തിയാക്കിയെന്ന് പറഞ്ഞ ഒരു ബില്ലിനെ എതിർക്കാൻ പാടില്ല. ബില്ല് ശരിയാണോ തെറ്റാണോ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുക്കണം, അതൊക്കെ നോക്കണം. നോക്കാതെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കണ പരിപാടി ഇവിടുത്തെ പ്രതിപക്ഷത്തിനുള്ളത്. എനിക്ക് ഒരു രാഷ്ട്രീയമില്ല, പക്ഷെ ഇതിൽ കാണുന്നത് അങ്ങനെയാണ്. ശരി, വ്യക്തമാണ്. ശ്രീ അച്യുതൻ ഒളവണ്ണയാണ് എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ ഷിജു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹാവ് യു നോട്ടീസ് ദ വീഡിയോ ഓഫ് റുബിക്ക അലി ഹയത്ത് ഗെറ്റിംഗ് റോസ്റ്റഡ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമസ്കാരം എന്ന് എന്നോട് സുനിൽ പറയുന്നു. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് എന്നോട് ശ്രീമതി സൗമ്യ, നമ്മുടെ സ്ഥിരം പ്രേക്ഷക, നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ AK കൃഷ്ണൻകുട്ടിയുണ്ട്. അപ്പോൾ സുനിൽ കുമാറും എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഒരു സ്വർണ്ണ കരണ്ടി കൊടുത്താലും തൃപ്തിയാവില്ല, അവർ എങ്ങനെ കലാപമുണ്ടാക്കി രാജ്യത്തെ പിന്നോട്ടടിക്കാം എന്നാണ് ചിന്തിക്കുന്നത് എന്ന് സുനിൽ കുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് നിറയെ ചുവന്ന പൂക്കൾ അയച്ചു തരുന്നുണ്ട്. അരുന്ധതി കോലംപറമ്പ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു. കുറേ നാളായി അവരെ കാണാനില്ലായിരുന്നു. ഏതായാലും ഇന്ന് വന്നു കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ചുവന്ന ഹൃദയങ്ങളും തംസപ്പൂക്കും അയക്കുന്നുണ്ട്. ശ്രീ പങ്കജാക്ഷൻ നായർ പതിവ് പോലെ ചുവന്ന ഹൃദയങ്ങളും പൂക്കളും ഒക്കെ അയക്കുന്നുണ്ട്. ശരത് ബാലരാംപുരം പൊതുവേദി കാണുന്നുണ്ട്. അപ്പോൾ സന്തോഷം ശരത്ത് റോസാപുഷ്പങ്ങളൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് മനു ഫോർ കംപ്ലീറ്റിംഗ് സക്സസ്ഫുൾ 2.5 years ഇൻ പൊതുവേദി എന്നാണ്. ഞാനതങ്ങനെ നോക്കി വെച്ചിട്ടില്ല കേട്ടോ. ഏതായാലും കൊള്ളാം. അപ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൽ സന്തോഷം. ബില്ല് ഒരു ഐവാഷ് ആകുമോ എന്ന് ചോദിക്കുന്നു ശ്രീ കൃഷ്ണൻകുട്ടി. ഡോക്ടർ MP മണി, പല ജനപ്രതിനിധികൾക്കും വിവരമോ വിദ്യാഭ്യാസമോ വിവേകമോ ഉണ്ടാകണമെന്നില്ല. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം IAS-കാരുടേതായി മാറുകയാണെന്ന് ഡോക്ടർ MP മണി എന്നോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശ്രീ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ പിള്ളൈ ആണ് ചേരുന്നത്. സുരേന്ദ്രൻ പിള്ളൈ വയലാറിനാണ്. നമ്മുടെ ശശിധരൻ വയലാറിന് ഇന്ന് വയലാറിനാണോ ശ്രീ സുരേന്ദ്രൻ പിള്ളൈ? എനിക്കൊന്ന് ടെലിഫോണിലെന്തോ പറ്റി. വയലാറുകാരനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ ശ്രീ ശശിധരൻ വയലാറിനെ ഇന്ന് കാണാനില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ വരേണ്ട സമയമായി, എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് കാണും. മൊയ്തീൻ അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നു. അദ്ദേഹം ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ
എൻ്റെ അടുത്ത പ്രേക്ഷകൻ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇവിടെ ഒരു പ്രതിഷേധം നടന്നു. കഴിഞ്ഞ ദിവസം അങ്ങ് ഇതിൽ പറഞ്ഞു ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു 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 ഇതല്ല, ഇത് സാധാരണക്കാരായ ആളുകളും മറ്റ് വിദ്യാർത്ഥികളും മറ്റ് പ്രക്ഷോഭകാരികളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു സമരമാണ്. ഇതിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇനി പാർലമെൻറ്റിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് ഉള്ളത്. അത് ഫലപ്രദമായി ഉപയോഗിച്ച് ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി എടുക്കുവാനും പാർലമെൻറ്റിലുള്ള സാധ്യതയുണ്ടോ? അതോ പാർലമെൻറ്റ് എല്ലാ ദിവസവും പോലെ രാവിലെ കൂടുന്നു, കുറേ കലവിലകൾ കേൾക്കുന്നു, പിന്നെ ഉച്ചവരെ പിരിയുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു, വീണ്ടും കലവില, അങ്ങനെ അപ്പം തന്നെ പിരിയുന്നു, എല്ലാവരും വീട്ടിലേക്ക് വന്നു? ഇതാണോ ഇനിയും നടക്കാൻ പോകുന്നത്? അതോ ഗൗരവമേറിയ ചൂടേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇനിയെങ്കിലും പാർലമെൻറ്റ് സാക്ഷ്യം വഹിക്കുമോ? തീർച്ചയായും നമ്മുടെ ശ്രീ മനു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതിന് സമാനമായി തന്നെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് മുമ്പേ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചില ഗിമ്മിക്കുകളൊക്കെ ഡൽഹിയിൽ കാണിച്ചു. അതിന്റെ ഒരു ധാർമ്മിക രോഷമാണ് ഞാൻ മെനഞ്ഞാന്ന് പ്രകടിപ്പിച്ചത്. കാരണം നമ്മുടെ ജനങ്ങൾ ഒരു പക്ഷേ ഞാനത് അത്രത്തോളം ഒരു സംസാരിച്ചതിന് ശേഷം പലരും ആ ഒരു തലത്തിലേക്ക് എന്റെ സുഹൃത്തുക്കൾ നേരത്തെ ആദ്യം നമ്മോട് സംസാരിച്ച മാഡം അടക്കം പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഒരു പക്ഷേ പൊതുവേദിയിലടക്കം ഇത്ര ഹാർഷായിട്ട് അത് ചൂണ്ടിക്കാണിച്ച ഞാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഒന്നും യാതൊരു റോളും ഇല്ല. ഞാനും ഒരു ഇടതുപക്ഷക്കാരനാണ്. പിന്നെ അതിൽ ഒരു കാര്യത്തിൽ അഭിമാനമുണ്ടെന്ന് അഭിജിത് ദീപ്കെ, അതിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട്. കാരണം അതിൽ ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ ജെൻസികളെന്ന രീതിയിൽ അവിടെ പങ്കെടുത്തത് പിന്നെ ഈ നമ്മുടെ SFIയുടെ അഭിലാഷാണ്. ഞങ്ങൾ അതിനകത്ത് SFIയുടെ അഭിലാഷിനെ താങ്കൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനം. നമ്മുടെ അഭിലാഷ് ചാത്തന്നൂര് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ദേശീയ നേതാവാണ് അഭിലാഷ്. ഒപ്പം തന്നെ ഞങ്ങൾ CPIയുടെ തന്നെ ASF, അങ്ങനെ കുറച്ച് ജൻസികൾ മാത്രമാണ്, അതിന്റെ നേതാക്കൾ മാത്രമാണ് അവിടെ ജൻസി എന്നുള്ള രീതിയിൽ ഈ അഭിജിത് ദീപ്കെ അംഗീകരിച്ചത് എന്നാണ് ഞാൻ നിങ്ങളുടെ മീഡിയയിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ നിന്ന് അവകാശപ്പെടുന്ന ഭരിക്കുന്ന BJPയുടെ യുവമോർച്ച, അല്ലെങ്കിൽ ഞങ്ങളാണ് പ്രതിപക്ഷം, ഞങ്ങളുടെ ഞാൻ ഈ നേരെ തെറ്റിപ്പോയി, അഭിലാഷ് അല്ല ആദർശാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള അനിയന്റെ ചേട്ടന്റെ പേര് അഭിലാഷ് എന്നോ ആദർശ് എന്നോ ഞങ്ങൾക്ക് തിരിഞ്ഞുപോയത്. ഈ അഭിലാഷിന്റെ രണ്ടുപേരും അതാണ് മാറിപ്പോയത്. അപ്പോൾ ഈ INU ആണല്ലോ ഇപ്പൊ KSUവിന്റെ ദേശീയ യൂത്ത് എന്ന് പറയുന്നത് INU ആണല്ലോ. അപ്പൊ ഈ അവരടക്കം എന്താണ് യുവത്വം, ഈ ഏത് കോൺഗ്രസിന്റെ ഈ പറയുന്ന ദേശീയ KSUവിന്റെ INUവിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യൂത്തിന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഒന്നാമതാകാൻ ഭരിക്കാൻ നിൽക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭാവന അവിടെ ചെയ്യാൻ കഴിഞ്ഞോ? എന്റെ അഭിപ്രായത്തിൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ INU ഒക്കെ പിരിച്ചുവിടണമെന്ന് എന്റെ അഭിപ്രായം. അത് പിരിച്ചുവിട്ടിട്ട് അവർ ജനങ്ങളോട് മാപ്പ് പറയണം. ഇനി മറ്റൊരു കാര്യം മനു എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തൊരു കാര്യം എനിക്ക് വളരെ ഇച്ചിരി നൈമിഷികമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമരം വിജയിച്ചതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ പാർട്ടികൾ അല്ലായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാനും മനു സുഹൃത്തുക്കളാണെങ്കിൽ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു 4 ദിവസമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ സംസാരത്തിന് പിന്നെ മനു ഒരു പക്ഷേ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. കാരണം നമ്മൾ അടുപ്പമുള്ളവരാണല്ലോ. അതുപോലെയാണ് ഇപ്പൊ പ്രതിപക്ഷം പാർലമെന്റിൽ. നമ്മൾ സംസ്ഥാനങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ ചിന്താഗതി മാറ്റുന്ന കാലം കഴിഞ്ഞു എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അതുകൊണ്ടാണ് പുതിയ തലമുറയെ പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഞാൻ ഒരാളെ വ്യക്തിപരമായിട്ട് പറയല്ല, പക്ഷെ ഒരാൾ ഒരു കോപ്രായം കാണിക്കുമ്പോൾ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വലിയ രീതി ഒരു ദിവസം മുഴുവനും നിന്ന് സംസാരിച്ചിട്ട് പാർലമെന്റിൽ പ്രസംഗിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ വിചാരിച്ചു രാഹുൽ ഗാന്ധി ആ പഴയ സംഭവം ഞാൻ എടുത്തു പറയുകയാണ്, ഒരു ദിവസവും 2 ദിവസമൊക്കെ പാർലമെന്റ് സമ്മേളനത്തിൽ രൂക്ഷമായി സംസാരിച്ച് BJPയെ മുൾമുനയെ നിർത്തിയിട്ട് ഒരു ബനിയനും പാറ്റിട്ടുണ്ട് ചെറുക്കൻ ചെന്ന് കെട്ടിപ്പിടിക്കുക പ്രധാനമന്ത്രിയായി. ഇതാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് സീരിയസ്നെസ്സിനാണ് ഈ പ്രതിപക്ഷ നേതാവിനുള്ളത്? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ 2 ദിവസം ഞാൻ പറഞ്ഞതൊക്കെ ചുമ്മാതാടേ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു തമാശ പറഞ്ഞ് 2 ദിവസം പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക. ഈ ദേശീയ നേതാവിനെ എന്ന് വെച്ച് ഈ രാജ്യത്ത് BJPക്കെതിരെ നിൽക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷ പാർട്ടികളായാലും DMK ആയാലും നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള ആന്ധ്രയില് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി അവിടെ പ്രക്ഷോഭം ഉണ്ടെന്ന് പറയുന്നത് ഈ BJPയുടെ നയത്തിലും കൂട്ടുകെട്ടിലും ഞാൻ അറിഞ്ഞു. അവിടുത്തെ യുവജനങ്ങള് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയിലെ യുവജനങ്ങൾക്ക് ഈ കേന്ദ്ര നേതൃത്വത്തോട് ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ പ്രക്ഷോഭങ്ങൾ വരും. അപ്പൊ യുവാക്കളെ കൂട്ടിക്കൊണ്ടൊരു പുതിയ മൂവ്മെന്റ് ഈ രാജ്യത്തുണ്ടാവണം. കോൺഗ്രസ് അതിന് പ്രാപ്തരയല്ല.
അപ്പോൾ CJPയുടെ നേതൃത്വത്തിൽ അതിൽ ഇപ്പൊ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ഇടതുപക്ഷമാണുള്ളത്. ഇടതുപക്ഷം ഉൾപ്പെടെ CJPയെ മുൻനിർത്തി ഒറ്റയ്ക്കൊരു ലീഡർഷിപ്പ് യുവാക്കൾ വരണം. SFIയുടെ അഭിലാഷാവട്ടെ, ഞങ്ങൾ ASFന്റെ നേതാക്കളാവട്ടെ, അല്ലെങ്കിൽ DMKയുടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരാവട്ടെ, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ആവട്ടെ. അല്ലാതെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന UPയോ അല്ലെങ്കിൽ മധ്യപ്രദേശോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യത്തൊന്നും ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരില്ല. ഇടത് സ്വഭാവം അല്ലെങ്കിൽ ഇടത് സ്വഭാവം ഞാൻ പാർട്ടി ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഒരു വിപ്ലവ സ്വഭാവം, CJPയുടെ സ്വഭാവം, പുരോഗമന സ്വഭാവമുള്ള യുവാക്കളുടെ ഒരു മൂവ്മെന്റ്, അതിൽ അനുയോജിക്കുന്ന പാർട്ടികൾ മുൻനിർത്തിയാലേ BJPക്ക് സമാനമായ ഒരു ബദൽ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകൂ. ശ്രീ മനു, നിങ്ങൾ അതിനുവേണ്ടി മാധ്യമങ്ങൾ അതിന് മുൻകൈയെടുക്കണം. ശരി, വ്യക്തമാണ്. അപ്പൊ സമയം ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ നിലപാട് വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പിന്നെ അങ്ങ് സ്ഥിരം പ്രേക്ഷകനുമാണല്ലോ, നമുക്ക് തുടരാം. അപ്പോൾ താങ്ക് യു ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. അപ്പോൾ ശരത്ത് എന്നെ മനുസാർ ഇസ് കമ്മിങ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം മൊയ്തീൻ അബ്ദുള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, മുരളീധരൻ നായർ MN ഉണ്ട്, ശരത്ത് ബാലരാമപുരത്ത് ചേർന്നിട്ടുണ്ട്, ശശിധരൻ പിള്ളയെ ഞാൻ എവിടെയത് അന്വേഷിക്കരുതാ വന്നു. ഗുഡ് ഈവനിങ്, നാലമ്പല ദർശനത്തിലടുത്താണ് പറയുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനമൊക്കെ ആളുകൾ നടത്തും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശശിധരൻ പിള്ള നാലമ്പല ദർശനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നമുക്ക് പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ളയെ എന്നോട് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് ഹിന്ദു അമ്പലം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ചാക്കിലാക്കാൻ നോക്കിയ സംഘ് പരിവാർ, ഞങ്ങൾക്കതൊന്നും വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ് പാറ്റകളും ഇടതുപക്ഷം അവിടെ അധികം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോട് പറഞ്ഞു. പക്ഷേ ഈ സമരം സത്യത്തിൽ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ സൂചിപ്പിച്ച പോലെ അത് രാഷ്ട്രീയത്തിന് അതീതമായി ചേർന്ന ഒരു വലിയ ആളുകളുടെ ഒരു നീക്കമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. ചിലരൊക്കെ അതിലിങ്ങനെ വെറുതെ ഈ മറ്റാളുകൾ ജോലി ചെയ്യുമ്പോൾ അതിന് മേലെ ഇങ്ങനെ കൈവച്ചിട്ട് ഇത് ഞങ്ങളുടെയും കൂടിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തവരും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ ശ്രീ ശരത്ത് ബാലരാമപുരം ഓണം വരികയാണ് എന്ന് എന്നോട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഓക്കെ ശരത്തെ, നമുക്ക് ഓണമൊക്കെ അടിച്ചു പൊളിക്കണം. ശ്രീ രാജൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും പൊതുവേദി കാണുന്നു, പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ രാജൻ്റെ കോൾ എടുക്കാൻ എന്താ കിട്ടാത്തതിൽ എനിക്കും സങ്കടമുണ്ട്. പൊതുജന പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഓണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ എനിക്ക് പൂക്കൾ അയക്കുന്നുണ്ട്. ശരത്ത് ഓണം പൂക്കളാണ് അയക്കുന്നത്. അപ്പോൾ ശരത്ത് ഓണപ്പൂക്കൾ അയക്കുമ്പോൾ ശ്രീ ശശിധരൻ പിള്ള പറയുന്ന പോലെ സഖാവ് കൃഷ്ണൻകുട്ടി അമ്പലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുച്ഛമാണ്, ദൈവത്തിൻ്റെ മുതൽ അടിച്ചു മാറ്റാൻ ഒരു മടിയുമില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മധു പാലക്കാട് നിന്ന് എന്നോട് ഇപ്പം ചേരുകയാണ്. മധു, പാർലമെൻറ്റിൽ ഇനി സുപ്രധാനമായ ഒട്ടനവധി ബില്ലുകൾ വരാനുണ്ട്. അതിലൊന്ന് MSME അമെൻമെൻറ്റ് ബില്ലാണ്. ജനനമരക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാന ബില്ല് വരാനുണ്ട്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ FCRA വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ രാജ്യം ചർച്ച ചെയ്യാനിരിക്കാൻ, പ്രത്യേകിച്ച് FCRA വലിയ തോതിൽ വിവാദമായ ഒരു കാര്യമാണ്. ഈ പാർലമെൻറ്റിൽ ഇനി ഇതിലൊക്കെ ചർച്ചകൾ നടക്കും എന്നാണ് തോന്നുന്നത്, അതോ എന്ത് സംഭവിക്കും? പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്തായിരിക്കുമെന്നാണ് മധു കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെയും നമ്മുടെ സർക്കാരിനെയും തമ്മിൽ കൂട്ടിമുട്ടിച്ച് രക്തം കുടിക്കാൻ നോക്കിയല്ലോ കുറച്ചു പേര്. അത് കിട്ടിയില്ല, അത് നടന്നില്ല. ഇളിബരായി. പിന്നെ ഇപ്പൊ പിതൃത്വം ഏറ്റു നടക്കുന്നുണ്ട് കുറച്ചു പേര്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ ജാള്യത മറക്കണ്ടേ സാറേ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ എതിർപ്പുണ്ടായിരുന്നു 307 വകുപ്പും മറ്റേ മുസ്ലിം സ്ത്രീകളുടെ ഒരു അതൊക്കെ ഇതിനെക്കാട്ടും വലിയ പ്രക്ഷോഭങ്ങൾ കൊണ്ട് നടക്കുന്നു പറഞ്ഞതാ. എല്ലാം പാസ്സാക്കിയില്ലേ സാറേ? മുസ്ലിം സ്ത്രീകളുടെ തുല്യാവകാശം വന്നില്ലേ? ഇങ്ങനെ എത്ര നിയമങ്ങൾ ഇവിടെ എന്തൊക്കെ ഇവിടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ ഇതേ പ്രതിപക്ഷ പാർട്ടികൾ, ഇതേ രാഹുൽ ഗാന്ധി തന്നെയല്ലേ പറഞ്ഞു നടന്നത്. പാർട്ടിക്ക് ആവശ്യമായ ഭൂരിപക്ഷമുണ്ടെങ്കിൽ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കാം, അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നുമില്ല. പക്ഷേ ജനങ്ങളായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ബില്ല് പാസ്സാക്കുമ്പോഴാണ് അതിന് കുറെ കൂടി ഒരു ഭംഗി വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സാറേ, ന്യായമായ ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രതിപക്ഷത്തിനും കൂടി നമുക്ക് ഇതാക്കാം. ഇതൊരു ആവശ്യങ്ങളില്ല, ഒരു കാര്യങ്ങളും ഇല്ല. ഈ ഒന്നും വേണ്ട സാറേ. ഈ കുട്ടികൾ സമരം ചെയ്ത് അവര് വിജയിച്ചതിന്റെ പിതൃത്വം എന്തിനാ ഇവര് ഏറ്റിട്ട് കൊണ്ട് നടക്കുന്നത്? ഇവർക്ക് എന്തായാലും റോളുള്ള, ഇവര് ചോര കുടിക്കാൻ പോയത് അതിനിടയ്ക്ക് തമ്മിൽ തല്ലിച്ചിട്ട്.
അല്ല അവരെ സപ്പോർട്ട് ചെയ്തു, അതിൽ തെറ്റുണ്ടോ? അവർക്ക് അവരുടെ ലാസ്റ്റല്ലേ വന്നത് സാറേ, ലാസ്റ്റല്ലേ വന്നത്. അവസാനം ഇതിന്റെ എന്നിട്ട് അല്ല, പിന്നെ രാഹുൽ ഗാന്ധി ആദ്യം ഒരു സമരമൊക്കെ കോട്ടയിലും അവിടെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇതിനെതിരെയൊക്കെ പ്രക്ഷോഭം നയിച്ചു. പക്ഷെ അത് ഈ തരത്തിൽ ശ്രദ്ധേയമായില്ല. ശ്രദ്ധേയമായ ഒരു സമരം ഈ ആളുകളുടേതാണ്. ഇപ്പൊ കോക്രോച്ച് പാർട്ടി തന്നെ മാത്രം വിജയമാണ് സാറേ, ഇത് ഈ കുട്ടികളുടെ മാത്രം വിജയമാണ്. ഇതിൽ ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നെ അവിടെ റഹീമിനോ ബ്രിട്ടാസിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഡീൻ കുര്യാക്കോസിനോ ഒന്നും യാതൊരു പങ്കുമില്ല. ഇതെല്ലാം ഈ ഞാൻ പറഞ്ഞത് സാറേ, ഇതിന് ഇടയ്ക്ക് നടന്ന് വല്ല രക്തത്തുള്ളിയും കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കാം എന്ന് കരുതി ഇറങ്ങി. പക്ഷെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സാറേ ഇന്നലെ തന്ത്രപൂർവ്വം വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത്. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ പ്രസന്നൻ കൂടി ചേരുകയാണ് മാളയിൽ നിന്ന്. അതിനു മുമ്പ് എന്നോട് ശശിധരൻ പിള്ള പറയുന്നു, മിസ്റ്റർ ചാത്തന്നൂർ അതിൽ പങ്കെടുത്ത സഖാക്കളെല്ലാം വലിയ ആൾക്കാർ, കോൺഗ്രസ് ആൾക്കാർ ആരുമല്ല, ഇതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കുഴപ്പം എന്ന് പറയുന്നു. വെൽക്കം ബാക്ക് എക്സ്പെഡീഷൻ 74 ടു എർത്ത് ബഹിരാകാശ നേട്ടത്തെക്കുറിച്ച് ശ്രീമതി സെബീന പറയുന്നു. ക്രിമിനലുകൾക്ക് നല്ല അവസരമായിരുന്നു പാറ്റ സമരം എന്നാണ് ശ്രീ മുരളിയുടെ പ്രതികരണം. ശ്രീ ഗീത മേനൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. മനു, ദി ഒപ്പോസിഷൻ കുഡ് റിയലി ബി സ്ട്രോങ് provided they shed their ego and stay united. The problem with the government is that it does not permit any open discussion. Modi and his party is autocratic എന്നാണ് ശ്രീമതി ഗീത മേനോൻ്റെ പ്രതികരണം. ഓക്കെ, ശ്രീമതി ഗീത മേനോൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ ഇന്നും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് ആരൊക്കെയോ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലായിരിക്കണം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. ഷേക്ക് ഹാൻഡ് ഓക്കെ. ശ്രീ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. യെസ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയം, ഇതൊരു തുടക്കം മാത്രം എന്ന് പറയുകയാണ് ഈ കോക്രോച്ച് പാർട്ടി നേതാക്കൾ. എന്ത് തോന്നുന്നു ശ്രീ പ്രസന്നൻ? ഇനിയും അവർ പ്രക്ഷോഭവുമായി വരുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇത് ഈ സംഭവവാസം നമ്മുടെ രാജ്യത്ത് ഒരു എന്താ പറയാ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരുടെയും ഇടയിൽ, ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും. അതായത് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത് എല്ലാവരും ഇതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്റെ അഭിപ്രായത്തില്. അതായത് ഇപ്പൊ ഓരോരുത്തർ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തരം മൂവ്മെന്റുകളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഭരണതലത്തിലായാലും പ്രതിപക്ഷത്തിലായാലും നമ്മുടെ പാർലമെന്റ് സുഖമായിട്ട് നടക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. വെറുതെ ഒരുക്കിക്കെട്ടി വന്ന് അവിടെ ഇരുന്ന് ഡെസ്കിലടിക്കാനും വേളം കൂട്ടാനും നിന്ന് കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരെ കുറിച്ചൊരു എന്താ പറയാ ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. ശരിക്കും ആരായിരുന്നാലും, ഭരണമായാലും പ്രതിപക്ഷമായാലും ആരായാലും ഡെസ്കിലടിച്ച് ബഹളം കൂട്ടി കോലാഹലം സൃഷ്ടിച്ച് രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങിപ്പോയി ആ സെഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് നാട്ടിൽ പോവാ. വീണ്ടും ഇത് തന്നെ. അത് ഗുണകരമായ പ്രസംഗത്തിൽ ഇടപെട്ട് സംസാരിച്ച് നല്ല നിലവാരത്തിൽ പാർലമെന്റ് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ആര് ഭരിച്ചാലും പ്രതിപക്ഷത്തായാലും ബഹളം കൂട്ടി സ്പീക്കർ അനുസരിക്കാതെ കിടന്ന് ബഹളം വെക്കുന്നത് ഒരു പാർട്ടിക്കും, ഇപ്പൊ നമ്മുടെ അസംബ്ലിയിലായാലും ഒരു പാർട്ടിക്കും ഒരു ജനതയ്ക്കും ഗുണം ചെയ്യില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ അഹമ്മദ് ബാബ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു പ്രേക്ഷകനായിരുന്നു. അദ്ദേഹം ദീർഘകാലം പൊതുവേദിയിലേക്ക് വിളിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുകയാണ്. സന്തോഷകരമായ നിമിഷം. ശ്രീ അഹമ്മദ് ബാബ, എന്ത് പറ്റി? കുറേ നാളായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. നമസ്കാരം സാർ. നമസ്കാരം. തിരക്കിലായിരുന്നോ? കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം മുന്നേ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നതിന് മുന്നേ ടെലിഫോൺ കട്ടായിപ്പോയോ? അയ്യോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കുറെ ആയി അങ്ങ് വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടല്ലേ? കുറെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു മരണം ഉണ്ടായി. അതെയോ? അതിന്റെ അടുത്ത ദിവസം തന്നെ ഒരു അയൽവാസി മരിച്ചു. അതിന്റെ അടുത്ത ദിവസം തന്നെ അടുത്ത അയൽവാസി മരിച്ചു. അതൊക്കെ കൂടി ആയപ്പോ ഒരു ഇതായി. അപ്പൊ പിന്നെ വിളിക്കാൻ കഴിയില്ല. എങ്ങനെയാലും വിളിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ 2-3 ദിവസം മുന്നേ വിളിച്ചിരുന്നു ഞാന്. പക്ഷെ അപ്പൊ ടെലിഫോൺ കിട്ടി. സംസാരം തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെയും കട്ടായിപ്പോയി. എനിവേ, അപ്പൊ അതിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്കൊരു ദുഃഖം വരണ്ട. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖം അങ്ങനെ പോകുന്നു. ഞാനിവിടെ താങ്കളെ കാണുമ്പോ വിചാരിക്കലുണ്ട്, വിളിക്കലും ഇല്ല,
എന്നൊക്കെ ഞാനും വിചാരിക്കലുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു, അപ്പൊ അത് കാരണം അതും ഇതായില്ല. പിന്നെ ഇപ്പൊ കുറ്റിപ്പുറത്തെ ബസ് അപകടം കണ്ട് അങ്ങനെ നിന്നപ്പോ ആണ് ചാനലിന്റെ ഓർമ്മ വന്നത്, അപ്പൊ ഒന്ന് മാറ്റിയതാ. അത് ശരി. അപ്പൊ അങ്ങയുടെ നാട്ടുകാരൻ ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇപ്പൊ കാണാനില്ല. നമ്മളെ കാടാമ്പുഴ. അതെ അതെ, കാടാമ്പുഴക്കാരൻ. അദ്ദേഹം ഒരു ഇടത് അനുഭാവിയാണ്. അദ്ദേഹത്തിന് വീട് പക്ഷേ കോട്ടയത്താണ്, അവിടെ എന്തോ താമസിക്കുന്നു അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നത്. അതെ അതെ, കാടാമ്പുഴക്കാരനാണ്. പക്ഷെ അദ്ദേഹം കാടാമ്പുഴയാണ് ഉള്ളത്, അതായത് കൊല്ലത്തോ കോട്ടയത്തോ അവിടെ വരെയാണെന്ന് തോന്നുന്നു. അതെ അതെ. എനിവേ ഇത് പിന്നെ അപ്പൊ ശ്രീ അഹമ്മദ് ബാബ ഈ പ്രതിഷേധമൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു ശ്രീ അഹമ്മദ് ബാബ? ഇതുവരെ ഇതുകൂടെ തീർന്നോ അതോ ഇനിയും പുതിയ പുതിയ പ്രതിഷേധങ്ങളുമായി വരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? താങ്കൾ പറഞ്ഞ പോലെ ഒരു പാർലമെന്റില് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, ലോക്സഭയിലോ നിയമസഭയിലോ ഒക്കെ ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കൊല്ലാനുള്ള ഒരു ബില്ലും പാസ്സാക്കാമല്ലോ, കാണുന്നവനെ കൊല്ലാം. അങ്ങനെ ഒരു ബില്ല് പാർലമെന്റിലോ കൊണ്ടുവന്നാല് ഭരിക്കുന്ന പാർട്ടിക്ക് അതിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ല് പാസ്സായി പോവുമല്ലോ. ഈ കൊല്ലാൻ വരുന്നവന്റെ ഒപ്പമുള്ള ആൾക്കാർ ഇതിനെ സമ്മതിച്ചോളണമെന്നില്ലല്ലോ. അപ്പൊ ഇതൊരു വിദ്യാർത്ഥികൾ, ഒരു ജനങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 23 വിദ്യാർത്ഥികൾ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് പഠിച്ചടാ എന്ന് പറഞ്ഞിക്കാണ്ട് പഠിക്കാൻ ചെല്ലുമ്പോഴതിന്റെ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൂടി വേറെ ആൾക്കാർക്ക് കിട്ടി അവര് ഉത്തരവ് എഴുതി വെച്ച് പോയാൽ ഈ പഠിച്ചു പോയ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഇത് എത്രത്തോളം ഒരു ഇതിലുള്ള ഒരു ഇതാണ് ഇത് ഇത്രത്തോളം എത്തിക്കേണ്ട ആവശ്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഭരണകൂടത്തിനുണ്ടായിരുന്നോ? ഇപ്പൊ പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതല്ല സർ, രാജിവെപ്പിച്ചതാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, മേജറായിട്ടും ജൂനിയറായിട്ടുള്ള ഒക്കെ ആൾക്കാര് വിളിച്ചു പറയുന്നത് കേട്ടാൽ ഇവര് ഏത് മേജറാണ് ഏത് ജൂനിയറാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോ ഈ ഒരു പ്രക്ഷോഭം ഒന്ന് ചെറുതായിട്ട് ഈ ഭരണകൂടത്തിന് ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഇല്ലാന്ന് അവരെത്ര പറഞ്ഞാലും ഇല്ല, സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോ അതിലേക്ക് ഈ വിദ്യാർത്ഥികൾ വരുമ്പോ പിന്നെ വേറുള്ള ഒരാൾ ഒരു മധുന്നോ മറ്റോ പറഞ്ഞ ഒരാള് പറയുന്നത് കേട്ടു, ഇത് ചോര കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ചോരയും നീരിന്റെയും ഒന്നും പ്രശ്നമല്ല വരുന്നത്. ഇത് അവർക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് വരുന്നല്ലേ. ഇതിൽ തന്നെ ഇല്ലേ BJP-ക്കാരുണ്ടല്ലോ ഇതിനകത്ത്, BJP-ക്കാരായ വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊരു തുടക്കമാണ്. അവരിനിയും ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ രാജകീയ ഭരണം ധാരാളം സ്ഥലത്ത് നിന്ന് നാമാവശേഷമായത് ജനങ്ങൾ ഒന്നിച്ചതാണ്. ധാരാളം ജനങ്ങൾക്ക് ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ ശക്തിയാണെന്ന് ജനങ്ങളാണല്ലോ ഈ അധികാരത്തിലേറ്റിട്ടുള്ളതും. ഇനിയിപ്പോ നാളെ വേറൊരു പാർട്ടീനെ ഏറ്റിക്കഴിഞ്ഞാലും ജനങ്ങളാണ്. പക്ഷെ അപ്പൊ അവര് ഇതുപോലെ ചെയ്യേ. അപ്പൊ ഇതൊരു പാഠം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഈ ഭരണകൂടം ഇത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നേരത്തെ ഒരു ആരോപണം പഞ്ചാബ് സർക്കാരിനെ സംബന്ധിച്ച് വന്നിരുന്നു. അവിടുത്തെ ഈ ഫാർമസി എക്സാമിനേഷനിൽ ചില ക്രമക്കേടുകൾ നടന്നുവെന്നും ഫരീദ് കോട്ടിൽ ചില കൃത്രിമങ്ങൾ നടന്നുവെന്നും കാൻഡിഡേറ്റ്സ് അവിടെ ഈ പരീക്ഷ എഴുതാൻ വന്നവർ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുവെന്നും അങ്ങനെയൊക്കെ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പരീക്ഷാ ക്രമക്കേടിനെ ചൊല്ലി അങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ രാജി വേണം എന്ന് BJP ആവശ്യപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടി അവിടെ ഭരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ഹർജോത് സിംഗ് ബെയിൻസിൻ്റെയും അതുപോലെ ആരോഗ്യമന്ത്രി ബൽബീർ സിംഗിൻ്റെയും ഒക്കെ രാജി അവിടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏതായാലും ഇപ്പോഴും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അങ്ങനെ അവിടെ പരീക്ഷാ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. മുഖ്യമന്ത്രി ഒരു പ്രസ്താവന എന്ന നിലയിൽ അവിടുത്തെ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭഗവത് മാൻ പറയുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല. ചിലർ ഈ ബ്ലൂടൂത്ത് വഴി കോപ്പിയടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവരെ പിടിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നു. അതേസമയം പഞ്ചാബ് കോൺഗ്രസ് ചീഫ് അമരേന്ദർ സിംഗ് വാല
പറയുന്നത് അവിടെ പല പരീക്ഷകൾ ഇതുപോലെ അഴിമതി നടക്കുന്നു. അത് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റുകൾ, ക്ലാസ് 12 ഇംഗ്ലീഷ് ബോർഡ് എക്സാമിനേഷൻ, ഇതെല്ലാം അവിടെ പേപ്പർ ലീക്കായ സംഭവങ്ങളാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ശിരോമണി അകാലി ദൾ നേതാവ് ആയിരുന്നു നമ്മുടെ MP ഹർസിമിത് കൗർ ബാദലും ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. അപ്പോൾ അവിടെ പഞ്ചാബിലേക്ക് കൂടി വിവരങ്ങൾ വരികയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ചുരുങ്ങിയ വാക്കുകൾ, സമയം കഴിഞ്ഞു. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ 10-23 വിദ്യാർത്ഥികൾ മരിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ ഡിമാൻഡും പിന്നെ വേറൊരു ഡിമാൻഡും ഒക്കെ അംഗീകരിച്ചിട്ട് ഇപ്പൊ ആ മന്ത്രി രാജിവെച്ചല്ലോ. ആ മന്ത്രി മാതൃകാപരമായ ഒരു നീക്കമായി തോന്നിയോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ ഇതുപോലെ പല ചോദ്യപേപ്പറുകളൊക്കെ ചോർന്നിരുന്നല്ലോ. അപ്പൊ ആളുകളൊന്നും രാജിവെച്ച് കണ്ടില്ലല്ലോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇത് മാതൃകാപരമായി ശക്തമായിട്ട് ആ കേജ്രിവാളിന്റെ ആ കുട്ടികൾ ആദ്യം തുടങ്ങി വെച്ചത് അവരൊപ്പം മറ്റുള്ളവർ ചേർന്ന അതാണ് സംയുക്തമായിട്ടുള്ള ഒരു സമരമാണ് നടത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിൽ അവര് മുട്ടുകുത്തി എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്ക്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രദീപാണ്, ഇടുക്കിയിൽ നിന്ന്. പ്രദീപേ, കോൺഗ്രസ് ഇപ്പൊ രാജ്യം വെക്കില്ല, അടിച്ച് ആള് ചത്തുപോയാൽ കുഴപ്പമില്ല, രാജ്യം വെക്കില്ല ഒരിക്കലും. ഇവിടെ എന്തൊക്കെ പ്രശ്നം ഇവിടെ ഈ ഒരു എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സ്ത്രീയെ എനിക്കൊരു തോക്ക് കിട്ടിയ ഞാൻ നരേന്ദ്രമോദിയെ വെടിവെച്ചു വന്നാണ്. അതൊക്കെ അതിനിടയിലുള്ള ഏതോ ആളുകളൊക്കെ എന്തോ വിളിച്ചു പറയുന്നു, അത് ആരൊക്കെ യൂട്യൂബിൽ എടുത്തിരുന്നു. കുഴപ്പമില്ല, അകത്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമില്ല. അതിന് ഞാൻ അധീന ഭാരതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് കൊടുത്തോളും കേസ്. മറ്റവനെ പൊക്കി വേറെ തന്നെ കോഴിക്കോടുകാരനോടത്തിന് എന്നാ പറഞ്ഞ ഒരു പീരങ്കി ഒരു തോക്ക് കിട്ടിയാണെങ്കിൽ പാർലമെന്റ് അങ്ങോട്ട് വെടിവെച്ച് കറക്കാന്ന് പറഞ്ഞാൽ അവന്റെ തൂക്കേട് തീർന്നു. അങ്ങനെ പറഞ്ഞ ക്ഷമാപണവുമായി വന്നിട്ടുണ്ട്. അപ്പത്തെ ക്ഷമിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പിണറായി വിജയനെ സമ്മതിച്ചോ? നീ സെക്കൻഡ് ചകത്തു പറഞ്ഞാലോ അങ്ങനെ പ്രധാനമന്ത്രി പറയാൻ കൊള്ളാവോ? അതൊന്നും പറ്റില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ കേരളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാലാണ്ട് വേറെ അവിടെ നടക്കൂല കേട്ടോ. ശരി, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ റഷീദ് കൊയിലാണ്ടി ചേരുന്നുണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടി, പലരും വലിയൊരു വിമർശനമായി ഉന്നയിക്കുന്നത് കോൺഗ്രസിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ ധാരാളം പേപ്പർ ലീക്കുകൾ നടന്നിരുന്നു, അവരതിന് വലിയ നടപടിയൊന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ സർക്കാർ കുറേ നീക്കങ്ങൾ നടത്തുന്നു, വിദ്യാർത്ഥികളെ കേൾക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ എല്ലാം തന്നെ അംഗീകരിക്കുന്നു. ഇനി അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്നു, പ്രത്യേക കോടതികൾ വരുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതി വരുന്നു. അങ്ങനെ സർക്കാർ ഇതിനെ ഗൗരവത്തോടു കൂടി കാണുന്നു. ഇത് പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായില്ല, കോൺഗ്രസ് ഇത് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പോയി എന്നൊക്കെ ഉള്ളൊരു പ്രതിഷേധമാണ് UDFകാർക്കെതിരെ പറയുന്നത്. അപ്പോൾ നമ്മുടെ റഷീദ് കൊയിലാണ്ടിക്ക് എന്ത് തോന്നുന്നു? ധീരമായ സമര പോരാട്ടം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഭരണകൂടത്തിനോട് ഒരു താക്കീത്, ഒരു ചൂണ്ടുപലക എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അല്പം പറയാൻ എന്നെ അനുവദിക്കണം മനു. എന്തും ചെയ്യും, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് അനുസരിച്ചുകൊള്ളുക എന്ന ഭരണകൂടത്തിന്റെ ഒരു ദാർഢ്യമുണ്ട്. ആ ദാർഢ്യത്തിന് ഏറ്റ ഒരു മങ്ങലാണ്, ഒരു മുഖത്ത് ഒരു അടിയേറ്റ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്തും ചെയ്യും, എങ്ങനെ റഷീദ് കൊയിലാണ്ടി അതാണ് ചോദിക്കുന്നത്. അവരിപ്പോൾ ഉന്നയിക്കുന്ന ഒരു വലിയ ആവശ്യം, ഇനി ചോദ്യപേപ്പറുകൾ ചോർന്നാൽ അതായത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ രാജിവെക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതെ, അത് വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യങ്ങളിൽ ഒന്നാണ്. ഇതിന് കർശനമായ നിയമം കൊണ്ടുവരണം. പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് അത് അവരൊരു നിയമം തിങ്കളാഴ്ച കൊണ്ടുവരുന്നുണ്ട്, അതിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കും. അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണ ഇപ്പോഴത്തെ പ്രതിപക്ഷം നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് പ്രതിപക്ഷവും ഈ പറഞ്ഞ വിദ്യാർത്ഥികളും CJPയും ഇതിന് അനുഭവം ഉപയോഗിച്ച നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും മാനസികമായി സപ്പോർട്ട് ചെയ്ത് ഇതിനൊരു കർശനമായ നിയമം വേണമല്ലോ. അങ്ങനെ വരുമ്പോഴാണല്ലോ ഇതിന് പേടിയുണ്ടാവുക. ഇത് അവിടെയാണ് ഈ പ്രശ്നം. ഇത് എത്രയോ കാലം മുമ്പ് വരേണ്ടതായിരുന്നില്ലേ ഇങ്ങനെ ഒരു കർശന നിയമം? അല്ലേ, തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2004 ഒരു നിയമം വന്നു, അത് ഞാൻ അതാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി ആലോചിക്കുന്നത്. ഒരു ചോദ്യപേപ്പർ ചോർച്ച നടത്തിയാൽ ആകെ കൊടുക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് മാക്സിമം 3 വർഷമാണത്, അത് 5 വർഷം വരെ ആകാം എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഒരു ചോദ്യപേപ്പർ ചോർത്തുന്ന ഒരു റാക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനത്തെ ഈ കോച്ചിങ് ലോബിയെ സംബന്ധിച്ചിടത്തോളം അവരെത്ര പൈസ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. ഈ കേസൊക്കെ നടത്തി ഇത് സുപ്രീം കോടതിയിലെത്തി ഇതിൻ്റെ വിധിയൊക്കെ വന്ന് ഈ പ്രതി ജയിലിലായി ആകെ കിടക്കാൻ പോകുന്ന 5 വർഷമാണ്. അതെ 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 അതാണ് പറഞ്ഞത്. നിയമത്തിന് ശക്തമായ രീതിയിൽ അവര് തടയാനുള്ള ഒരു നിയമ ഭേദഗതി തന്നെ കൊണ്ടുവരണം. പിന്നെ പ്രിയപ്പെട്ട ചാത്തൻ ഒരു കാര്യം പറഞ്ഞതിൽ ഒരു ചെറിയൊരു മറുപടി പറഞ്ഞോട്ടെ. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഇടതുപക്ഷം എന്നും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം ഇല്ലല്ലോ, ഇടതുപക്ഷം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുക. അപ്പൊ അവരും വേണം കേട്ടോ, അവരും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു, അവരും ശക്തമായി തിരിച്ചു വരണം. എന്നിട്ട് ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിന് ബലം നൽകണം. ജനാധിപത്യം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ മറ്റേ ഫാസിസ്റ്റ് ഭരണമാണ് വരിക. അപ്പൊ അതിനെ എതിർക്കണമെങ്കിൽ ഇടതുപക്ഷവും വേണം, കോൺഗ്രസും വേണം, മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വേണം. ആ രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാലാണ് നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുള്ളൂ. അതല്ല എങ്കിൽ രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങും, അരാജകത്വത്തിലേക്ക് നീങ്ങും, ഫാസിസത്തിൽ നീങ്ങും. അപ്പൊ അതിനൊക്കെ ഉള്ള തടയിടാനുള്ള ഒരു ചൂണ്ടുപലക, അതായത് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഢ്യത്തിനുള്ള ഒരു ചൂണ്ടുപലകയാണ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളിൽ എല്ലാവരും ഉണ്ട്. BJP-ക്കാരുണ്ട്, ബജ്രംഗക്കാരുണ്ട്, ശിവസേനക്കാരുടെ മക്കളുണ്ട്, എല്ലാവരുടെയും മക്കൾ ചേർത്ത ഒരു സമരമാണ്. അതുകൊണ്ടാണ് ഈ ഭരണം മുട്ടുമടക്കിയത്. ഇതിൽ മുട്ടുമടക്കിയിട്ടില്ലെങ്കിൽ വലിയ സമരമായി ഇത് മാറും എന്ന് ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു. വ്യക്തമാണ്, അത് കൃത്യമാണ്, അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വളരെ നന്ദി അവിടെ നിന്ന് പ്രതികരിച്ചതിന്. അപ്പോൾ ശ്രീ മുഹമ്മദ് ആരിഫ് എന്നോട് ചേർത്ത് പഴയ പരീക്ഷകൾ പ്രശ്നമായപ്പോൾ പുതിയ പരീക്ഷ നല്ല രീതിയിൽ നടത്തിയപ്പോൾ മരിച്ച കുട്ടികൾ സ്വർഗത്തിലിരുന്ന് കൈയടിച്ചു എന്ന് തനിക്ക് തോന്നിപ്പോയി എന്ന് മുഹമ്മദ് ആരിഫ് പറയുകയാണ്. അപ്പോൾ അവർ ഒരുപക്ഷെ ദുഃഖിച്ച് വേദനിച്ച് അവർ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കുട്ടികൾ കുറേ കൂടി ധൈര്യത്തോടു കൂടി നിൽക്കണം എന്നായിരുന്നു. പക്ഷേ ചില മനുഷ്യരുടെ മനസ്സും അതിൻ്റെ സാഹചര്യങ്ങളുമാണല്ലോ, ചിലപ്പോൾ അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ അത് ഇനി ആരും ആവർത്തിക്കരുത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ആ കുഞ്ഞുങ്ങളുടെ ഒരു ദുരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളം നമ്പർ 1 ഒന്നും നടക്കാൻ പോകുന്നില്ല, മോദി തന്നെ രാജ്യം ഭരിക്കും എന്നാണ് എന്നോട് കേരളം നമ്പർ 1 പറയുന്നത് കേട്ടോ. സന്തോഷ് പരിപ്പായി പറയുന്നത് ഇനി ഏകപക്ഷീയമായ ഒരു ബില്ലും അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് അറയ്ക്കും എന്ന് സന്തോഷ് പരിപ്പായി പറയുന്നു. ശ്രീ ശിവദാസൻ TK എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സദാശിവൻ സാറിനെ കാണുന്നില്ലല്ലോ. ശ്രീ ശിവദാസൻ പറയുന്നത് നമസ്കാരം മനു, BJP could have been able to take this decision of resignation in the initial stage itself can get appreciation from public എന്ന് പറയുന്നു. അത് ചിലപ്പോൾ അങ്ങനെ അപ്പോൾ ആദ്യം രാജിവെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആവശ്യങ്ങൾ വന്നേനെ എന്ന് കരുതുന്നവരും ഉണ്ട്. ശ്രീ മുരളീധരൻ നായരും ശ്രീ സുനിൽ എന്നോട് പറയുന്നത് മനു സമരം മാത്രം മതിയോ, ഭരണവും കൂടി വേണ്ടേ എന്ന് ചോദിക്കുന്നു. രാഘവൻ നായർ 2-3 ദിവസം കണ്ടില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും സന്തോഷം കാണുമ്പോൾ ഒരു ടുമോറോ ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ഫെയിൽഡ് students commit suicide, who will be responsible for it? The DMK has demanded the cancellation of NEET. Where is our country going എന്നൊക്കെയാണ് ശ്രീ രാഘവൻ നായർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ആൾക്കൂട്ടം ആത്മഹത്യ ചെയ്യരുത് എന്നാഗ്രഹിക്കുകയാണ്. അതിനാണല്ലോ ഒരു ഭരണ സംവിധാനം. നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റി ജനങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുകയാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം. ഭരണം മാറി മാറി വരണം എന്ന് എന്നോട് അമ്പാടി പറയുന്നു. രാജീവ് ബി നായർ എന്നോട് പറയുന്നത് ഇനി മന്ത്രിയെ രാജിവെപ്പിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നു. അതൊരു അപകടമാണെന്നാണ് പറയുന്നത്. മുരളീധരൻ ശ്രീ മുരളി 3675 എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസ് ചേർന്നിട്ടുണ്ട്. പഹൽഗാമിൽ ഇന്ത്യൻ പൗരന്മാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു ദുഃഖവും തോന്നാത്ത നുണക്കഥകൾ മെനഞ്ഞവർ ഇപ്പോൾ 23 ആത്മഹത്യ ചെയ്തപ്പോൾ വിഷമിക്കുന്നത് പ്രോഗ്രസ് തന്നെയാണ്, ഇനിയും പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പഹൽഗാമിൽ ആളുകൾ മരിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ ദുഃഖിച്ചതാണ്. അതിൽ ഇനി ആരും ദുഃഖിക്കാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തെറ്റായ ഒരു പ്രതികരണമാണെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ യുവാക്കളുടെ പ്രശ്നവുമായി കൊണ്ടായിരിക്കും BJP ഇതുപോലെ ഒരു തീരുമാനമെടുത്തത് അവരുടെ ഭാവിക്ക് വേണ്ടി. പക്ഷേ അത് ഉപയോഗിച്ച് മറ്റുള്ളവർ തോന്നിയ ദിവസം കാണിക്കരുതെന്ന് എന്നോട് റെക്സ് പറയുന്നു. അപ്പോൾ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം അങ്ങനെ ചേരുന്നുണ്ട്. ബാംഗ്ലൂർ ലിവിങ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ശ്രീ സലീം മലപ്പുറത്ത് നിന്ന് ചേരും. സലീം മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമ്മുടെ സ്ഥിരം സലീമാണോ? ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. നമ്മൾ മലപ്പുറത്ത് പാണക്കാടിനടുത്ത്. ഓക്കെ. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ സലീം എന്നുള്ള പേര് കോമൺ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് കുറേ കൂടി അറിയാൻ വേണ്ടി. അപ്പോൾ ശ്രീ സലീമിന് എന്ത് തോന്നുന്നു? ഇത്
ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നോ സലീം? ഇത് ഹൈജാക്കൽ, ഇത് ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ സമരമേ ആയിരുന്നില്ല. പക്ഷേ ഒരു ഗുണം കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഇപ്പോഴും വിജയിക്കാൻ അവസരം ഉണ്ട് എന്നുള്ളത് ഈ സമരം ഈ നാട് ഭരിക്കുന്ന എല്ലാ ആളുകൾക്കും കിട്ടി അല്ലേ? അങ്ങനെ അങ്ങനെ അധികാരമുണ്ടെന്ന് കരുതി ഹുങ്ക് കാണിച്ചാൽ അത് അങ്ങനെ പോകില്ല എന്ന ബോധ്യമാണ് ഓരോ സമരവും, ഈ സമരമല്ല ഓരോ സമരവും നേതൃത്വത്തെ പഠിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ഭരണങ്ങൾ, ഏകാധിപത്യം, രാജഭരണം, പട്ടാള ഭരണം, സാമ്രാജ്യങ്ങളൊക്കെ പലതും തകർന്നു വീണിട്ടുണ്ട്. അതിലൊക്കെ അവസാനം വളരെ നല്ലത് നമ്മൾ വിചാരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ കൂതാശയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് പറഞ്ഞാൽ അതിന്റെ അവസാനമായി തുടങ്ങി. അപ്പൊ നമ്മളെ തലമുറ അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു തലമുറ കൂടി മാക്സിമം ഉണ്ടാവും. ഇതുപോലെ ഒരിക്കലും നശിക്കൂല എന്ന് പറഞ്ഞ പല സാമ്രാജ്യത്വങ്ങളും തകർന്നു വീണിട്ടുണ്ട്. അതുപോലെ ജനാധിപത്യ വ്യവസ്ഥിതിയും തകർന്നു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്ത്യകൂദാശക്കിടയിൽ ഇങ്ങനെ ഒരു വിജയം നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്നു. ഓക്കെ, താങ്ക് യു സലീം. വളരെ നന്ദി. അപ്പം സലീം ദീർഘകാലത്തിന് ശേഷം വിളിച്ചു, നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. അപ്പോൾ എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, കേട്ടില്ലേ? എല്ലാ ഗോപുരങ്ങളും ഇടിയും, കോട്ടകൊത്തളങ്ങൾ തകരും, സിംഹാസനങ്ങൾ കുലുങ്ങും, ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ. ബാലകൃഷ്ണൻ വടകര സമ്മതിക്കുമോ? കേൾക്കാമോ? കേൾക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോ ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ രാജ്യം ഭരിക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. അല്ല, തർക്കം ഉണ്ടാവുമല്ലോ. കാരണം ഏകാധിപത്യം എന്നല്ല അങ്ങ് പറയുമ്പോ അതൊക്കെ ഒന്ന് തിരുത്തണ്ടേ? ഏകാധിപത്യം അല്ല ഇന്ത്യയിൽ ജനങ്ങളാൽ തന്നെ മുൻ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു. അല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരാളുടെ മുഴുവൻ ഭരണം അത് മാത്രമല്ല. ജനാധിപത്യം എന്ന വാക്ക് കുറെ കൂടി വിശാല അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യം പ്രയോഗിക്കുന്നത്. അത് ഗാന്ധിജി തന്നെ അതിനെപ്പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഒറ്റപ്പെട്ട ഒരാൾ പോലും, അവസാനത്തെ മനുഷ്യൻ പോലും അതിൻ്റെ ഭാഗവാക്കാകുമെന്ന ഒരു ഭാഗ്യമാണ്. അല്ലാതെ കൂടുതൽ സംഖ്യയുള്ളയാൾ ഭരിക്കുന്നതിനെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. അതും മറ്റു തരത്തിലൊരു ഏകാധിപത്യമാണ്. എനിക്ക് കൂടുതൽ പിന്തുണയുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഭരിക്കുന്നതിന് അത് ഏകാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അവസാനത്തെ ആളെയും അന്ത്യോദയം സാധ്യമാക്കുക, അവസാനത്തെ ആളെയും ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഇപ്പൊ എന്ത് ഏകാധിപത്യം നടന്നതും കൂടി ഒന്ന് വ്യക്തമാക്കണം. അല്ല, അതെനിക്കറിയില്ല. ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ ജനാധിപത്യത്തിന്റെ അങ്ങ് വിവരിച്ച അതിന്റെ ഒരു ആശയ പ്രശ്നം പറഞ്ഞു. ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ജനാധിപത്യത്തിൽ ഗവൺമെന്റ് വീഴ്ച വന്നിട്ടുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി മന്ത്രി രാജിവെച്ചു. അന്വേഷണം നടത്താന്ന് പറഞ്ഞു. പ്രത്യേക ബില്ല് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇതിലപ്പുറം ഇവർക്കെന്താ വേണ്ടിയത്? ഇവർ മുട്ടുകുത്തി കുലുങ്ങൽ ഇതിനേക്കാൾ വലിയ ഭൂകമ്പം വരാനിരിക്കുന്നുണ്ട്. ആ ഭൂകമ്പത്തിൽ എങ്ങനെ ഇതിനെ എതിർക്കും, ഇതിനെ നേരിടും എന്നുള്ളത് ഗവൺമെന്റ് നേരിടുമെന്ന് കാത്തിരുന്ന് കാണാം. യഥാർത്ഥ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ചൂണ്ട വിരലിൽ മഷി പുരളുന്ന ഒരു ദിവസമുണ്ട്. അതാണ് യഥാർത്ഥ ഭൂമി കുലുക്കം. അത് മനസ്സിലാക്കണം. കാരണം ഇത് 10, 50, 1 ലക്ഷം ആൾക്കാർ വന്ന് ഡൽഹിയിൽ അങ്ങ് കലാപം നടത്തി പോവാന്ന് വിചാരിച്ചാൽ ഒരു വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി രാജ്യത്തിൽ കലാപം ഉണ്ടാക്കാന്ന് വിചാരിച്ച് എല്ലാത്തിനും പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു പ്രക്ഷോഭം തുടരും. ഭൂമി കുലുക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിന്റെ ഭൂമി കുലുക്കത്തിനെ മാനിക്കൂ. അല്ലാതെ ചിദ്ര ശക്തികൾ ഇതിനിടയ്ക്ക് കയറി വന്നിട്ട് അങ്ങ് അമ്പലത്തിന്റെ പേര് പറഞ്ഞു. നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, BJP സമരക്കാർ പറഞ്ഞു അമ്പലം വേണ്ടാന്ന്. അങ്ങനെ പബ്ലിക് പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ഈ BJPക്ക് ധൈര്യമുണ്ടോ? പ്രേക്ഷകൻ എന്തോ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് തോന്നുന്ന ചൊറിച്ചിലുണ്ടല്ലോ, അമ്പലം വേണ്ട, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം മതി. അങ്ങനെയല്ല പറഞ്ഞു. അത് ഓരോ അതിന്റെ പ്രാധാന്യം അമ്പലം നിർമ്മിച്ചു എന്നതൊരു ഞങ്ങൾക്ക് തൊഴിൽ മതി, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് വേണ്ടെന്ന് പറഞ്ഞോട്ടെ. അമ്പലം വേണ്ടെന്ന് ഉദ്യോഗത്തിന് അദ്ദേഹത്തിന് ചൊറിച്ചിൽ തന്നെയാണ്. ആ ചൊറിച്ചിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു വിലയില്ല. പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ അവരെ ഗതികേട് കൊണ്ട് അവർ മുങ്ങിച്ചാവാൻ പോകുന്ന ഏത് കാശി തുരുമ്പ് പിടിക്കും. പിന്നെ അവര് സമരത്തിൽ വലിയ സാന്നിധ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. ജനങ്ങളല്ലേ? നരേന്ദ്രമോദി ഓട് പൊളിച്ചു വന്നതല്ലോ. 29 വീണ്ടും തെരഞ്ഞെടുപ്പില്ലേ? ഈ 27 തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനില്ലേ? അതൊക്കെ അതാണ് ഭൂമി കുലുക്കം. അതിനവർ നേരിട്ടെ. അല്ലാതെ ഈ സമരം വിജയിച്ചതുകൊണ്ട് സർക്കാർ മുട്ടുകുത്തി എന്നൊന്നും പറയുന്നത് നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. സംശയവും വേണ്ട. ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഈ സമരം ഇത്രയും ആകേണ്ടവരെ കാത്തു നിൽക്കേണ്ടി ഇരുന്നില്ല എന്ന് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ? ശരി, അതെ, അങ്ങ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം ബിനോയ് കൊല്ലം ചേരുകയാണ്. ശ്രീ ബിനോയ്, നമസ്കാരം. നമസ്കാരം.
ഇത് ഇത് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഇനി ഈ പരിഷ്കരണം അല്ല ലക്ഷ്യം, മാറ്റമല്ല ലക്ഷ്യം. ഇത് BJPയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങളതിന് നിരന്തര സമര കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തുടർക്കഥയാക്കാൻ പോവുകയാണ് എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള പ്രധാന ആക്ഷേപം. ഒന്ന്. രണ്ട്, ഇനി ഈ പുതിയ നിയമം വരുമ്പോൾ നിങ്ങളതിനെ പിന്തുണയ്ക്കുമോ അതോ വീണ്ടും ഈ പ്രതിഷേധവുമായി പോകുമോ? എന്തായിരിക്കും നീക്കം എന്നാണ് ബിനോയ് പ്രതീക്ഷിക്കുന്നത്? അല്ല, നമസ്കാരം. ഇത് ഞങ്ങൾക്കാർക്കും ഭരണം പിടിക്കാനുള്ള കോലാഹലമൊന്നുമല്ല. ഇത് വിദ്യാർത്ഥികൾ തന്നെ സ്വയം ഈ കേന്ദ്ര ഗവൺമെന്റ് തെറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അവരുടെ അവര് ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ സമരം പിൻവലിച്ചിരിക്കുന്നു, അവർ ജന്തർ മന്തർ കാലിയാക്കി. നിങ്ങൾ രാവിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അതൊക്കെ ക്ലീൻ ആക്കുന്നതിൻ്റെ ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞോ സമരം, കഴിഞ്ഞോ പ്രക്ഷോഭം? അതോ ഇത് ഇനി പാർലമെന്റിൽ തിങ്കളാഴ്ച കൂടുമ്പോൾ ഉച്ചവരെ പിരിയുക, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പിരിയുക എന്ന രീതിയിലേക്കാവുമോ കാര്യങ്ങൾ? അല്ല, കഴിഞ്ഞില്ലെന്നാണ് ഞാൻ നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പാർലമെന്റിൽ വീണ്ടും ഇത് ഉന്നയിച്ച് ഇതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കും. പുതിയ ബില്ല് കൊണ്ടുവരുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷെ ഇതിനൊരു ധാരണ ഉണ്ടാക്കും. ഇവിടെ പലരും രാധാകൃഷ്ണൻ ചാത്തന്നൂർ ചോദിച്ചു ഇതിനകത്ത് കോൺഗ്രസിന് എന്താണ് റോള് എന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റോളുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ചും പ്രതിഷേധവും നടന്നതിന് ശേഷമാണ് ഈ സമരം ആളിക്കത്തിയത്. അല്ലല്ല, സമരം ആളിക്കത്തി അത് അവര് സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കില്ല. അത് അവർ സമരം എത്രയോ കാലമായി നടത്തി അതിന് അനുദിനം ആളുകൂടി ഒരു ദിവസം അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിൽ അതിനെ കായികമായി പോലീസ് നേരിട്ട് ഇലക്ട്രിക് ബാറ്റണും മറ്റു സാങ്കേതികമൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യൻ മനസാക്ഷി അവർക്കൊപ്പം നിന്ന്. അപ്പം നിങ്ങളും കൂടി അതിനൊപ്പം ചേർന്നു എന്നേ ഞാൻ ആ ഘട്ടത്തിൽ പറഞ്ഞു. അവരെ പോലീസ് അതിക്രമിക്കുകയും ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് അവർക്ക് നേരിട്ടപ്പോഴും ചോദിക്കാൻ ആണത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് നടന്നു പോകുവാൻ ഇന്ത്യയിൽ ഒരു മനുഷ്യനും ഒരു പ്രസ്ഥാനവും ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ്. പക്ഷേ ആ പ്രസ്ഥാനം ഇതുപോലെ ചോദ്യപേപ്പർ ചോർന്ന് ഈ വിദ്യാർത്ഥികൾ ഇത്ര നേരം സംഘടിക്കുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വലിയ ആക്ഷേപം. മാത്രമല്ല, ഈ പ്രധാനമന്ത്രി ഇത് ആദ്യം കോട്ടയിൽ സമരം ചെയ്തു എന്ന് സത്യമാണ്. പ്രധാനമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവ്. പിന്നീട് പ്രതിപക്ഷ നേതാവിനെ കാണാനുണ്ടായില്ല, എവിടെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ തരത്തിലുള്ള പരിഹാസം വന്നു. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നു. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്ത രാഹിത്യമാണ് ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ അവരുടെ ഒരു ആക്ഷേപം. അതാണ് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അല്ല മനോ, ഇത് 2024 ജൂൺ 28 തീയതി, ജൂലൈ 1 തീയതിയും സത്യത്തിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചു. ഉറപ്പായിട്ട് ഇന്ത്യയിലെ നീറ്റുകളിൽ നടക്കുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ചോദ്യപേപ്പർ ചോർച്ചകളും നടക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ച് ഒരു പ്രശ്നമായിട്ട് പോയി. അതിനുശേഷം ഇതിന് ഇരയായ ആളുകൾ വരണ്ടേ? ഇപ്പോൾ കൃത്യമായ വഴിയിൽ ഈ സമരം പോയി. അതിന് ഇരയായ ആളുകളും അതാണ് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ചോദിച്ചത്. ഈ NSU എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, KSUവിന്റെ ദേശീയ സംഘടന, അതിലൊരു വിദ്യാർത്ഥി പോലും ഈ നീറ്റ് പരീക്ഷയൊന്നും എഴുതിയിട്ടില്ലേ? അവർക്കിതിലൊന്നും ബന്ധമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങളുടെ യുവജന സംഘടനയിൽ ആരും ഇതുമായി ബന്ധപ്പെട്ടവരല്ലേ? അവർക്കൊന്നും ഇതിൽ ഞാൻ പറയാം, NSCയും ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് എന്ത് ചെയ്തെന്നുള്ളതിന് എനിക്കൊരു മറുപടി പറയാനുള്ളത്, അതായത് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ലോക്ക്ഡൌണിലേക്കും പ്രതിഷേധം നടത്തി ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. സമരക്കാരെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഈ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ CPMന് കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും പറ്റുമോ? അന്നേരം കേരളത്തിലും അവർ ചെയ്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 മണിക്ക് 5 മന്ത്രിമാരുൾപ്പെടുന്ന ഒരു സംഘം ഈ ലോക്ക്ഡൌണിലേക്ക് മാർച്ച് നടത്തി. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ലോക്ക്ഡൌണിലേക്കും ഞങ്ങൾ മാർച്ച് നടത്തി, ശക്തമായി പ്രതിഷേധിച്ചു. എല്ലാ മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ശക്തമായി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തിച്ചു, പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു.
ഞങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമയപരിമിതി കൊണ്ടാണ് ഇത് കുറച്ച് അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റെക്സ് എന്നോട് പറയുന്ന ഒരു അഭിപ്രായത്തിൽ യുവാക്കളുടെ പ്രശ്നമായതുകൊണ്ടായിരിക്കും BJP ഇതുപോലെ തീരുമാനമെടുത്ത് അവരുടെ ഭാവിയെക്കുറിച്ച് അത് ഉപയോഗിച്ച് മറ്റുള്ളവർ തോന്നിയ ദിവസം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അതിൽ അമ്പാടി പറയുന്നു, വിളിച്ചിട്ട് കാര്യമില്ല, ആരോട് പറഞ്ഞാൽ ന്യായീകരിക്കും എന്ന് പറയുന്നു. ബിനോയ് കൊല്ലം, കോൺഗ്രസിൽ ഇതിൽ ഒരു പങ്കുമില്ല, നിങ്ങളുടെ നേതാവിന് അതിനുള്ള കഴിവുമില്ല എന്നാണ് മൊൻസാക്ക് പറയുന്നത്. ഓൺ മൺഡേ ദ സ്പീക്കർ വിൽ ത്രോ ദി MPs who will create recuse in the house and thereafter introduce the bill and will get them passed എന്നാണ് പറയുന്നത്. ശ്രീ രാഘവൻ നായർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഉള്ളു തുറന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതല്ല ശ്രീ രാഘവൻ നായർ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പാർലമെൻറ്റിൽ ഒരു സംവാദം, അത് രണ്ടുപേരും തയ്യാറാകണം. അത് ഇപ്പോൾ ഒരു പാർട്ടിയുടെ മാത്രം തെറ്റല്ല, രണ്ടുപേരും തയ്യാറാകണം. ആളുകളെ എടുത്തു കളഞ്ഞിട്ട് പിന്നെ ബില്ല് പാസ്സാക്കുന്നതിൽ കാര്യമില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനും എല്ലാവരും ശ്രമിക്കണം. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൊതുവേദിക്കൊപ്പമുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ഇടവേള എടുക്കാം, പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ റഹീമിനെ രാഹുൽ തള്ളിമാറ്റി പിറകിൽ നിർത്തിയത് കണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അതൊരു യൂട്യൂബ് വീഡിയോയിൽ ഞാനും കണ്ടു. അത് എന്താ സാഹചര്യം എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവർ വഴി കൊടുക്കാൻ പറഞ്ഞാണെന്നാണ് ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചത്. അപ്പോൾ ബാലകൃഷ്ണൻ ഷുഡ് ഹാവ് ഗോൺ ടു ഡൽഹി ഡ്യൂറിങ് ദി പ്രൊട്ടസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറയുന്നത് ഷിജു ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ശ്രീ കൃഷ്ണൻകുട്ടിയും എന്നോടൊപ്പം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ പോലീസുകാരുടെ വേട്ടക്കിരയായവരിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒരു NSUക്കാരനോ ഒരു KSUക്കാരനോ ഉണ്ടായിരുന്നോ എന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ നമസ്കാരം. ഇതിപ്പോ പറയണേ ഇതിപ്പം ഈ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. കാരണം ഇത് പിന്നെ ഇതിനെതിരെ പരീക്ഷാ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതിനുമായ ശക്തമായ നടപടികൾ എടുക്കണം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞപ്പോ ഈ നമ്മൾ കണ്ടതാണ് ആകെ ഒരു സമരം CPM ചെയ്തത്. വീണ വിജയന് ED ചോദ്യം ചെയ്യാൻ വന്നപ്പോ MA ദേവി ഡൽഹി പോയി അറസ്റ്റ് വരിച്ച് അകത്ത് പോയതാണ്. ഇവിടെ ഒരു 12 വർഷമായിട്ടുള്ള സമരം CPMന്റെ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സമരം ചെയ്ത് പ്രധാനമന്ത്രി ജീവനും കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. കാരണം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അത്ര ശക്തമാണ്. പിന്നെ ഭരിക്കുന്ന സർക്കാരിന്റെ ശക്തിയോ പ്രധാനമന്ത്രിയുടെ ശക്തിയോ ഒന്നും അല്ല. ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ള കഠിനമായ ഇതാണ്. പിന്നെ അതിന്റെ ഇത് ചോദിച്ചപ്പോ വേണമെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ അവർക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പ്രതിപക്ഷ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാം. ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ. ഇന്ദിരാഗാന്ധി അനുഭവിച്ച ഒരു നാട് കൂടിയാണ് ഇത് കേട്ടോ, അടിയന്തരാവസ്ഥ. അതെ, പക്ഷെ ഇതിനെതിരെ മാധ്യമങ്ങൾ പോലും അനങ്ങാൻ പറ്റാത്ത ഇവർക്ക് ചെയ്യാൻ പറ്റും. അത് പിൻവലിക്കാനും പറ്റും നിസ്സാരമായിട്ട്. മാധ്യമങ്ങളെയൊക്കെ
മാധ്യമങ്ങളെയൊക്കെ ഇന്ദിരാഗാന്ധി ഇതുപോലെ കൂച്ചുബലം കിട്ട് നിർത്താനൊക്കെ നോക്കിയതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല, ജയിച്ചില്ല രാധാകൃഷ്ണൻ വൈറ്റില. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലീസും പട്ടാളവും തോക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലൊക്കെ എന്തും ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ പോലും ഇപ്പൊ നടക്കുന്നില്ലെന്നല്ലേ അവിടുത്തെ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ ഇവിടുത്തെ ഇതിനേക്കാൾ വലിയ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാരെ ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ തുരത്തിയ, അതും അഹിംസയിലൂടെ തുരത്തിയ ഒരു നാടിന്റെ പേരാണ് ഇന്ത്യ. അവിടെ ഇങ്ങനെ നിങ്ങൾ തോക്കൊണ്ടുവന്ന ആളെ ഇന്ത്യയുടെ കരസേന, നാവികസേന, വായുസേന. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജനകീയമായ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കരസേനയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്? അവരത് ചെയ്യും. പ്രകടശേഷി ഒക്കെ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളെ കൂടുതലും ഈ പ്രശ്നങ്ങൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഇതില്ല. കാരണം ശക്തമായ നടപടികളും കാര്യങ്ങളും മറ്റു രാജ്യങ്ങൾ പോലെയൊന്നും ഇവിടെ അങ്ങനെ നടക്കാനുള്ള കാര്യം ഒന്നും ഉണ്ടാവൂല. കാരണം തുടർ ഇതിനകത്ത് നമുക്കത് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു റോളുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ വെറുതെ തൂങ്ങി CPM ഒക്കെ എന്താ കാണിക്കണത്? അവരൊന്നും ജനങ്ങൾക്ക് കൊണ്ട് ഒരു ഇതും ചെയ്യാൻ ഇന്നത്തെ കാലത്ത് സാധിച്ചിട്ടില്ല. ഈ 10 വർഷം കൊണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ മറുപടി പറയുന്നില്ല. ശ്രീ ഷാജി എന്നോടൊപ്പം ഉണ്ട്, കൊല്ലത്തുനിന്ന്. ഷാജി പറയും. ഷാജി, നിങ്ങൾ ആകെ കഴിഞ്ഞ 12 കൊല്ലം ചെയ്തത് ഈ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വന്നപ്പോൾ അതിനെ കല്ലെടുത്തെറിഞ്ഞ് അത് ഇതും പറഞ്ഞാണ് ജാതി പോയി, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില എന്നോട് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിനുള്ള മറുപടി? സഹോദരന്റെ അറിവിലേക്ക് പറയാണ്, ഷഹീൻ ബാഗിൽ ബുൾഡോസർ രാഷ്ട്രീയം, ബുൾഡോസർ കൊണ്ട് നിരപരാധികളായിട്ടുള്ള ആളുകളുടെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഇടിച്ചു നശിപ്പിച്ചപ്പോൾ അതിനെതിരെ ചൂണ്ടുവിരലുമായിട്ട് മുമ്പോട്ട് ചെയ്യുന്നത് ബൃന്ദാക്കാരട്ട് എന്ന് പറയുന്ന CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഉടുപ്പിയിൽ കർണാടകത്തില് എച്ചിലില് പിന്നെ ഇഴയുന്ന ഒരു ദുരാചാരം നിർത്തലാക്കിയത് CPM ആണ് അവിടെ. അപ്പൊ CPM സമരമൊന്നും രാധാകൃഷ്ണൻ വൈറ്റില ഇരുന്ന് പഠിപ്പിക്കണ്ട. CPM സമരം ചെയ്യാൻ ഞങ്ങൾ പണ്ട് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഞങ്ങൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ നോട്ടയ്ക്ക് പിന്നിലായിരുന്നെങ്കിലും ഈ CPM ഉയർത്തുന്ന രാഷ്ട്രീയം വലുതാണ്. ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ ഈ ജോൺ ബ്രിട്ടാസും റഹീമും അതുപോലെ തന്നെ SFIയുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെ പിന്നെ ബംഗാളിൽ നിന്നുള്ള വനിതകളായിട്ടുള്ള SFIയുടെയും DYFIയുടെയും ഒക്കെ നേതാക്കളൊക്കെ സജീവമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാർഗെ പിന്നെ മറ്റേ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനാണെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് ആളുകളെ വിളിച്ചു വരുന്നത്. അതിലെ പിന്നെ ഞാനും എന്റെ മുതലയച്ചനും എന്ന് പറയുന്ന രീതിയിലേക്ക് പിന്നെ അവസാനം കോൺഗ്രസ് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകേണ്ടി വന്നു. കാര്യം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതുപോലെ തന്നെ രാമന്റെ സ്വർണം എല്ലാം വെള്ളിയും എല്ലാം അടിച്ചോണ്ട് പോയിട്ട് ദേശീയ പ്രതിപക്ഷ നേതാവ് എന്ത് പ്രസ്താവനയാണ് എന്നാണ് നടത്തിയത്. അപ്പൊ ഇവര് പലപ്പോഴും മുങ്ങൽ രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോ ഒരു ഫ്ലുവന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളെ എല്ലാം കൂടെ പിന്നെ വിശ്വാസത്തിലെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ചുമതലയാണ്. അല്ലാതെ അധികാരത്തിന്റെ അപകർഷണം കിട്ടുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള പ്രാദേശിക നേതാക്കളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം ഉരുവിടുന്ന ഒരു നേതാവായി ഈ പിന്നെ രാഹുൽ ഗാന്ധി അധപ്പതിക്കരുത്. തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ UPയിലും ബീഹാറിലും ഒക്കെ ഉള്ള പ്രാദേശിക കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരാൻ അവർ ഇനിയെങ്കിലും കഴിയണം, ശ്രമിക്കണം. സമയം അതിക്രമിച്ചുകൊണ്ട് അങ്ങേക്ക് കൃത്യം സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പറയാൻ കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്നോടൊപ്പം ചില പ്രേക്ഷകർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ ശ്രീ രാഘവൻ നായർ എന്നോട് പറയുന്നത്, വിൽ കൃഷ്ണൻകുട്ടി കമൻറ്റ് അബൌട്ട് 128 പോലീസ് പേഴ്സണൽസ് ഇൻജുവേർഡ് ഇൻ ദി അറ്റാക്ക് ബൈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ഹു വിൽ ഇൻഫിൽട്രേറ്റഡ് ദി അജിറ്റേഷൻ എന്ന് പറയുന്നു. അപ്പോൾ CPM ഹാസ് ടേക്കൺ ദ റോൾ ഓഫ് എട്ടുകാലി മമ്മുഞ്ഞ് എന്ന് എന്നോട് രാഘവൻ നായർ പരിഹസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുറേ പേരുടെ കമൻറ്റ്സ് എനിക്കിന്ന് സമയക്കുറവ് കൊണ്ട് വായിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും യൂട്യൂബിൽ ഞാൻ പൊതുവേ ഒരു ആളുകളോട് ചോദിച്ചു, ഈ നാളെ വരുന്ന ബില്ലിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുമോ ഈ പരീക്ഷ? അപ്പോൾ 66% ആളുകളുടെ അഭിപ്രായം ആ ബില്ലിൽ ഒരു ഐക്യം വേണം, ഒന്നിച്ച് അതിൽ നടപടി എടുക്കണം എന്ന ഒരു നിലപാടാണ് 66% ആളുകളും എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പാർലമെൻറ്റിന് മുന്നിൽ ഉള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, തെരുവിലെ പ്രതിഷേധം കണ്ടു. ഇതുപോലുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ കൂടിയാണ് ഇന്ത്യ എന്ന രാജ്യം ഉരുത്തിരിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നമ്മൾ കണ്ടു. അതിനുശേഷം വന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെ നമ്മൾ കണ്ടു.
അപ്പോഴത് ഇനിയും തുടരും എന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഓർക്കേണ്ടതാണ്. മാത്രവുമല്ല, ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്ത് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രതിഷേധങ്ങളും അങ്ങേയറ്റത്തെ സമാധാനപൂർവമായ പ്രതിഷേധങ്ങളാകാം. ചോദിക്കാനുള്ള അവകാശം എല്ലാ പൗരനും ഉണ്ട്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ശാന്തതയുടെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിലാകണം എന്നാണ് നാം നിഷ്കർഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പൊതുവേദി അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.